ഹലോ ഡിയർ ഫ്രണ്ട്സ്, തോരൻ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? വളരെ പെട്ടെന്ന് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. പടവലങ്ങ തോരനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും റെഡിയാണ്. ചൂട് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 നുള്ളു നല്ല ജീരകവും പിന്നെ 2-3 മണി ഉലുവയും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 1 നുള്ള് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. എരിവിനാവശ്യമായ പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഒരു ചെറിയ സവോള അരിഞ്ഞത്, ഇത്രയും ആഡ് ചെയ്ത് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ തോരൻ വെക്കുമ്പോൾ ഇതേപോലെ അരി ചേർത്ത് കൊടുക്കാറുണ്ടോ? ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് അരി ആയാലും മതി. ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സവോളയൊന്ന് നന്നായിട്ട് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വേണേ. നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. തേങ്ങ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി അധികം ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങ കൂടുന്നതനുസരിച്ച് തോരൻ്റെ ടേസ്റ്റ് കൂടും. അധികം തേങ്ങ വേണ്ട എന്നുള്ളവർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണേ. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ, സ്നേക്ക് ഗാർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. പടവലങ്ങ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് തീരെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ വെജിറ്റബിളിനകത്ത് ധാരാളം വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണേ. നന്നായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം പാൻ കവർ ചെയ്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ധാരാളം ന്യൂട്രിയൻസും ഫൈബറും ഉള്ള ഒരു വെജിറ്റബിളാണ് ഈ പടവലങ്ങ. ഇടയ്ക്ക് പാൻ തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനധികം കുക്കിംഗ് ടൈം ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടുവേ. പാകത്തിന് കുക്കായി കഴിഞ്ഞാൽ ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കണമെന്നുള്ളവർക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അധികം ഫ്രൈ ആക്കാതെ എടുക്കണം എന്നുള്ളവർക്ക് ഈ പാകത്തിനെടുത്താലും മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നമുക്കിത് സെർവ് ചെയ്യാം. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട് ഈ റെസിപ്പി? വളരെ സിമ്പിൾ അല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.